സാർ ഞാൻ വിളിച്ചത് ഞാൻ എബ്രോഡ് വർക്ക് ചെയ്യുന്നത്. ഞാൻ മസ്കറ്റിലാണ്. ഓക്കെ ഞാൻ ബേസിക്കലി എനിക്ക് കുറച്ച് ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് ഡെയിലി. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ലോൺ ഉള്ളപ്പോ നമ്മള് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടതെന്ന് സാറ് നോക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കാൻ അല്ല സംശയമുള്ളത്. ലോണ് എത്ര ഉണ്ടാവും? എനിക്കുള്ളത് ഒരു 75 ലാക്സ് ഉണ്ട്. 73. EMI എത്ര ഉണ്ട്? എനിക്കൊരു കാർ ലോണും ഒരു ഹൗസിംഗ് ലോണും ഉള്ളത്. ഹൗസിംഗ് ഒരു 80 ഉണ്ട്. 80 കാർ ലോൺ ഒരു 19,000 ഉണ്ട് കാർ ലോൺ. 19. അപ്പൊ രണ്ടും കൂടിയും ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് പോകുന്നുണ്ട്. ഇത് 100,000 വരുന്നുണ്ട്. അതെ, 97 പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങളുടെ ഇൻകം എത്ര ഉണ്ടാവും? എനിക്ക് ഇത് ലൈവ് ആണ് സാർ. ലൈവാണ്. എന്നാ നിങ്ങൾ ലൈവാണ്. സോറി, ഇഫ് യു അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യിപ്പിച്ചോളാം. എനിക്കൊരു 4 ലക്ഷം ഉണ്ടോ? അല്ല, കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് വിളിപ്പിക്കണോ? ഇല്ല, ഒരു അപ്പത്തിന് 4. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെലവ് കഴിഞ്ഞിട്ട് എത്ര രൂപ മാസം ചെലവുണ്ടാവും? അതും ഒരു മാസം 1 ലാക്ക് എടുത്തുണ്ടാവും. ഓക്കെ. അപ്പൊ എന്നിട്ട് 1 ലക്ഷം അല്ലേ പോണുള്ളൂ EMI ആയിട്ട്? അതെ. അപ്പൊ കുഴപ്പമില്ല. അതെ. അത് നിങ്ങൾ ഞാനിതിലൊരു 1 ലാക്ക് ഞാൻ SIP പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മോശമില്ല. ഇത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഇത്രയും കൊള്ള ആളല്ലേ. അല്ല, എനിക്ക് എന്റെ കൺസേൺ ഉള്ളത്, ഞാൻ ഈ ലോൺ ആദ്യം അടച്ചു തീർക്കണോ അതോ SIP കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നായിരിക്കും. അല്ല, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ഇത്തിരി കൂട്ടി അടയ്ക്കണ തെറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ 75 എത്ര രൂപയാണ് വീടിന്റെ ലോൺ? എത്ര രൂപയാണ് എത്ര ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് ഉള്ളത് ഹോം ലോണിന്? 13. മറ്റേത് 17 ഉണ്ട്. 3 ഹോം ലോൺ, 13 രൂപ കാർ ലോൺ. 13 രൂപ കാർ ലോൺ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ SIP ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപ ഉണ്ടാവും മൊത്തത്തിൽ? ഒരു 100,000. 100,000 എന്ന് പറയുമ്പോൾ 1 ലാക്ക്. അല്ല, 1 ലാക്ക് SIP എമൗണ്ട് അല്ലേ? മൊത്തത്തിൽ എത്ര ഉണ്ട് ഇപ്പോഴത്തെ മൊത്തം ഫണ്ട് എത്ര ഉണ്ട്? തുടങ്ങിയിട്ടുള്ളൂ 20 രൂപ ഉണ്ട്. അതെ, ഒരു 1-2 വർഷം ആയിട്ടുള്ളൂ. 1-2 വർഷം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് രണ്ടും പാരലി ചെയ്യാന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ 4 വരുന്നുണ്ട്. 1 ലക്ഷം രൂപ എക്സ്പെൻസ് വരുന്നുണ്ട്, 1 ലക്ഷം രൂപ EMIക്ക് വരുന്നുണ്ട്, പിന്നെ 1 ലക്ഷം രൂപ SIPക്കും ഉണ്ട്. അതെ. അപ്പൊ ബാക്കി 1 ലക്ഷം രൂപ കൂടി അത് ചെലവുണ്ടല്ലോ. ഞാൻ ചോദിച്ചാ വേറെ ഇപ്പൊ നമുക്കൊരു എമർജൻസി വന്നൊന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ, നാട്ടിൽ പോകണമെങ്കിലൊക്കെ. ഓക്കെ. ഈ പൈസ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ, ഒന്ന്, ഒരു എമർജൻസി ഫണ്ട് സെപ്പറേറ്റ് മാറ്റി വയ്ക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 12 ലക്ഷമെങ്കിലും എമർജൻസി ഫണ്ട് മാറ്റി വയ്ക്കും. ഓക്കെ. അപ്പൊ 12 ലക്ഷം രൂപ എമർജൻസി ഫണ്ട് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ 1 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഈ 12 ലക്ഷം രൂപ എമർജൻസി ഫണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാ, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാ ലൈഫ് നാട്ടില്? എമർജൻസി ഫണ്ട് കമ്മിയാണ്. എമർജൻസി ഫണ്ട് 12 ലക്ഷം എത്തിക്കും. ഓക്കെ. അതുകൂടാണ്ട് ടേം ഇൻഷുറൻസ് ഉണ്ടാ? അതുകൂടാണ്ട് ടേം ഇൻഷുറൻസ് ഉണ്ടാ? ഇൻഷുറൻസിൽ തന്നെ ഇൻഷുറൻസ് ഉണ്ട്. എത്ര രൂപയ്ക്കുണ്ട്? വെരി ഗുഡ്. ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എമർജൻസി ഫണ്ടാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. വൺസ് എമർജൻസി ഫണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വരുന്ന ഒരു 50,000 രൂപയ്ക്ക് ഉണ്ടല്ലോ ബാക്കി വരുന്നത്, അത് നിങ്ങളുടെ കാർ ലോണിലേക്ക് എക്സ്ട്രാ അടച്ചു. കാർ ലോണിലേക്ക് ഫസ്റ്റ് കാർ ലോൺ ചെയ്യും. ആദ്യം എമർജൻസി ഫണ്ട്, അത് കഴിഞ്ഞിട്ട് കാർ ലോൺ. അതുമല്ല, അത് ചെറിയ ലോണല്ല, അത് പെട്ടെന്ന് തീരും. ആ കാർ ലോൺ തീർന്നു കഴിഞ്ഞാൽ ആ 19 കൂടിയും നിങ്ങളുടെ EMIയിൽ കൂട്ടി അടക്കി. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ലോൺ ക്ലോസ് ആവും. അപ്പൊ ആദ്യം 12 ലക്ഷം രൂപ എമർജൻസി ഫണ്ട്, 2 എത്രയാണോ എക്സസ് വരുന്നത് അത് കാർ ലോണിലേക്ക് അടയ്ക്കാൻ നോക്ക്. എന്നിട്ട് കാർ ലോൺ തീർന്നു കഴിഞ്ഞാൽ കാർ ലോണിന്റെ EMIയും കൂടിയും ഹോം ലോണിൽ കൂട്ടി അടയ്ക്കും. എന്നിട്ട് അപ്പോ 1 ലക്ഷം രൂപ ഫ്രീ ആണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ യുദ്ധം. അതെ. ആ കൺസേണിനാണ് ആ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇനി ജോലിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 12 മാസത്തേക്ക് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവും. അപ്പൊ ആ ടൈമിലാണെങ്കിൽ ഇത്തിരി ടഫാണ്, പക്ഷെ എന്നാലും നിങ്ങളുടെ ഈ ലോൺ അടയ്ക്കാൻ പോലുള്ള പൈസ മറ്റേ അപ്പോഴുണ്ടാവും. ഈവൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ തന്നെ നല്ലത്.
ഓക്കെ. കാരണം ലോൺ പെട്ടെന്ന് അടച്ച് തീർക്കാൻ വേണ്ട ഉള്ള കാശെടുത്ത്. കാരണം നമുക്ക് ഇത്തിരി കൂടി കയ്യിൽ ഫണ്ടുള്ള നല്ലതാണ്. ഓക്കെ. എനിക്ക് ഇപ്പൊ എന്നോട് പറഞ്ഞ ഇൻഫോർമേഷൻ ഇതാണ് നല്ലത്. സാറ് പറയണ നമ്മള് SIP കണ്ടിട്ട് വേണം. പിന്നെ എമർജൻസി കയറി. പിന്നെ എമർജൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് പഴയ സർപ്ലസ് എടുത്ത് നമുക്ക് ലോൺ ഫിൽ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ബാക്കി വന്ന് നമുക്ക് ലോൺ ഹൗസിംഗ് ലോൺ കയറാം അല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും മനസ്സിലായോ ക്വസ്റ്റ്യൻസ്? വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഞാൻ SIP ഞാനൊരു പോർട്ട്ഫോളിയോ ഞാൻ ഒരു സ്റ്റാഫോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എന്താ ചേഞ്ച് വരുന്നില്ല. ആയിക്കോട്ടെ. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ? ഓൾറെഡി ആരുടെ അടുത്താണോ പറഞ്ഞേക്കണത്? ഞാൻ ബില്ലിനാ. ഓക്കെ ഓക്കെ. ഒന്ന് കിരൺ നാളെ ചോദിച്ചേക്കാം. എന്നിട്ട് ഇവിടെ നോക്കിയിട്ട് പറയിപ്പിക്കാം. കുഴപ്പമില്ല. ഓക്കെ. ശരി. അതല്ലേ ഉള്ളൂ. ശരി. താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. Thank you, sir. Thank you. താങ്ക് യു.